PL-15E മിസൈൽ വഴിയിൽ വീണു. HQ-9 പ്രതിരോധ സംവിധാനം തകർന്നു. ഇന്ത്യ JF-17 ജെറ്റുകളും വെടിവെച്ചിട്ടു. അങ്ങനെ കുറച്ച് ദിവസം മുൻപ് വരെ പാകിസ്ഥാൻ അഭിമാനപൂർവ്വം ആഘോഷിച്ച ആയുധങ്ങളുടെ കഥയാണ് ഇത്. ചൈനയിൽ നിന്ന് വാങ്ങി പരാജയപ്പെട്ട 5 ആയുധങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തേത് PL-15E മിസൈൽ തന്നെ. ആദ്യ ഉപയോഗം തന്നെ പരാജയപ്പെട്ടു. ഈ മിസൈൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് സ്വന്തമാക്കിയതാണ്. റിപ്പോർട്ടുകൾ പ്രകാരം മെയ് 8-ന് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു PL-15E മിസൈൽ പ്രയോഗിച്ചു. അത് ആകാശത്ത് വെച്ച് തകർന്നു. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും റിപ്പോർട്ടുകൾ വരുന്നത് പാകിസ്ഥാൻ ഷോർട്ട് റേഞ്ച് അല്ലെങ്കിൽ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. പഞ്ചാബിലെ ഹോഷിയാർപൂർ ജില്ലയിലെ ദസുഹ ഗ്രാമത്തിൽ ഒരു ക്രൂയിസ് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അതിൽ PL-15E എന്ന് എഴുതപ്പെടുകയും ചെയ്തിരുന്നു. പാകിസ്ഥാന്റെ CH-4 ഡ്രോണുകളാണ് ഇനി. അതും ഇന്ത്യ വെടിവെച്ചിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാന്റെ കൈവശം ഷഹ്ബാർ 2, ബരാഖ്, അബാബിൽ, വിങ് ലുങ് സെക്കൻഡ്, CH-4 തുടങ്ങിയ ശക്തമായ ഡ്രോണുകളുടെ നിരയുണ്ട്. ഇതിൽ ഈ CH-4 തന്നെ ഏറ്റവും ശക്തമായതായി കണക്കാക്കപ്പെടുന്നുണ്ട്. ചൈനയിൽ നിന്ന് കിട്ടിയതാണ് CH-4 ഡ്രോണുകളും. ചൈനയുടെ ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി കോർപ്പറേഷനാണ് CH-4 ഡ്രോൺ നിർമ്മിച്ചത്. 2021 പാകിസ്ഥാൻ 5 CH-4 ഡ്രോണുകൾ ചൈനയിൽ നിന്ന് വാങ്ങി. 2024 മെയ് മാസത്തിൽ ഏകദേശം 202 കോടി രൂപയ്ക്ക് 10 ഡ്രോണുകൾ കൂടി വാങ്ങി. ഇവ നിരീക്ഷണത്തിനും ശത്രുവിനെ ആക്രമിക്കാനും ശേഷിയുള്ളവയാണ്. ഇതുവരെ പാകിസ്ഥാന്റെ എല്ലാ ഡ്രോൺ ആക്രമണങ്ങളും ഇന്ത്യ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ CH-4 ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മൂന്നാമത് പരാജയം ഏറ്റുവാങ്ങിയത് പാകിസ്ഥാന്റെ സമ്പൂർണ്ണ റഡാർ സിസ്റ്റം തന്നെ. പാകിസ്ഥാന്റെ മുഴുവൻ വ്യോമ പ്രതിരോധവും ചൈനയിൽ നിന്ന് സ്വന്തമാക്കിയതാണ്. അവരുടെ ജാമറുകൾ, റഡാർ സിസ്റ്റങ്ങൾ, MQ-9 വ്യോമ പ്രതിരോധം എന്നിവയെല്ലാം ചൈനയുടെ സംഭാവനകളാണ്. ചൈനയിൽ നിന്ന് ലഭിച്ച JY-27 എയർ റഡാർ സിസ്റ്റത്തിന് സ്റ്റീൽത്ത് റേഞ്ച്, അതായത് റഡാറിൽ എളുപ്പത്തിൽ കണ്ടെത്താനാകാത്ത യുദ്ധക്കപ്പലുകളും ഫൈറ്റർ ജെറ്റുകളും ട്രാക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ മെയ് 7 രാത്രിയിൽ ഇന്ത്യയുടെ ആക്രമണത്തെ ഈ സംവിധാനത്തിന് പോലും തടയാൻ കഴിഞ്ഞില്ല.